വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖം തന്നെ. നമ്മളിന്ന് കാനഡയിൽ ബാരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ബാരി വരെ പോകാൻ വേണ്ടിയിട്ട് കാറിൽ പെട്രോൾ അടിക്കുന്ന വീഡിയോ വെച്ച് തുടങ്ങാം. കാനഡയിൽ പെട്രോൾ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നീയാണോ ഞാനാണോ 87 അല്ലേ? ഓക്കെ, സമയമില്ല. എന്നിട്ട് പറഞ്ഞതാ അത് വിട്ടോ, ഇത് റീഡ് ചെയ്യാൻ പറ്റണില്ല. അത് ഒഴിവാക്ക്. ക്യാൻസൽ കൊടുക്ക്. ക്യാൻസൽ എവിടെയാ? ഇനി ടാപ്പ് ചെയ്യ്. ഇതാണോ? ഇതാ. No thanks. No thanks. No thanks കൊടുക്ക്. സെലക്ട് ചെയ്യ് ഫ്യൂവല്. One moment please. നീ ഞെക്കിയോ? 87 അല്ലേ? 87. വെച്ചോട്ടെ. ാണ് ഫുള്ളല്ലേ? നിർത്തട്ടെ? വേണ്ട, കുറച്ച് പുറത്ത് പോയേ. ഓക്കെ, നമ്മൾ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. എത്ര കിലോമീറ്റർ ഓടുന്നു? ടൊറന്റോയിൽ നിന്ന് 93 കിലോമീറ്റർ ഉണ്ട് ബാരി. അപ്പോൾ ഈ പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം. ഒരു 25 കിലോമീറ്റേഴ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാരി എത്തും. ഇപ്പൊ കണ്ടോ സൈഡൊക്കെ കണ്ടോ? ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്സ് ഒന്നുമില്ല, കടകളൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ കുറേ ഏരിയ ഇങ്ങനെ കാടൊക്കെ പിടിച്ചിങ്ങനെ നടക്കണം. ഇതിനെയാണ് ചെറിയ രീതിയിൽ പട്ടിക്കാടെന്നൊക്കെ പറയണത്. മഴ പെയ്യുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് മഴ ഒടുങ്ങിയത് അപ്പൊ തന്നെ പോയി. പിന്നെ ഭയങ്കര ക്ലിയർ ആയി. ഇതോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അവിടെ ഇവിടെയൊക്കെ 2-3 ഫാക്ടറീസ് ഉണ്ട്. ഓക്കെ, ഫൈനലി എന്തൊക്കെയോ നമ്മൾ കണ്ടു. ഇത് എന്തോ ഔട്ട്ലെറ്റ് ടിം ഹോർട്ടൻസ് ഉണ്ട്. നമ്മള് ഫൈനലി ബാരിയിലോട്ട് കേറി. പക്ഷെ എനിക്കിവിടെ നിങ്ങൾ കാണിച്ചു തരാൻ പാകത്തൊരു ഒന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കൊരു റിമോട്ട് ഏരിയ ആണ്. അവിടെ ഇവിടെ 2-3 ബിൽഡിങ്സ് ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ വന്നിട്ട് ഒറ്റ വാൾമാർട്ട് കണ്ടില്ല. നീ കണ്ടു? ഞാൻ വാൾമാർട്ട് കണ്ടില്ല, ഒരു ടിം ഹോർട്ടൻസ് കണ്ടു. എന്നാൽ ഇപ്പൊ ഈ പോകുന്ന വഴിക്ക് ഞാനൊന്നും കണ്ടിട്ടില്ല. ഉള്ളിലോട്ട് പോകുമ്പോ ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊരു പീസ്ഫുൾ സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണിത്. എന്താ അവിടെ ഷോറൂമുകളുണ്ട്, ടെസ്ലയുടെ, ഓഡിയുടെ കണ്ടോ? ത്രൂ ഔട്ട് പോകുന്ന വഴി ത്രൂ ഔട്ട് ഇങ്ങനെ തന്നെയാ. ഫുൾ കാട്. ഇതുണ്ടോ? ഫുൾ കാട്. എനിക്കൊന്നും ഇവിടെ ഫോളൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഫുൾ മരങ്ങളായി. ഈ പച്ച മരങ്ങളൊക്കെ കളറ് മാറും. അത് കഴിഞ്ഞിട്ട് വിന്റർ ആകുന്നതിന് മുമ്പ് വേറൊരു രീതിയിലോട്ടാവും. അത് കുറച്ചുകൂടി ഭയാനകമായ ഒരു വെർഷനാണ്. ബാരി. നമ്മൾ ബാരി എത്തി.
ബാരിയിലോട്ട് കയറി കഴിഞ്ഞു. ഇനി ഇവിടെ ഇവിടെ ഞാൻ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. കാനഡയിലെ സുസുക്കി അതറിയാമായിരുന്നു ഇവിടെ ഉണ്ടെന്ന്. പക്ഷെ ഞാനിവിടെ ഇതിന്റെ വണ്ടി കണ്ടിട്ടില്ലല്ലോ. നീ കണ്ടിട്ടുണ്ടോ? സുസുക്കി അല്ല, മാരുതിയില്ല, വെറും സുസുക്കി എന്ന് എഴുതിയേക്കണേ. ആരുണ്ടോ? ഞാൻ എന്താ നിങ്ങളെ കാണിക്കും. നമ്മൾ ബാരി എത്തിക്കഴിഞ്ഞു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു ചെറുതായിട്ടൊന്ന് മഴ പെയ്തിട്ട് പെട്ടെന്ന് അതങ്ങ് പോയിന്നതാ ഇവിടെ നിർത്തിയിട്ടപ്പം. പിന്നെയും ചെറുതായിട്ട് പൊടിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ആ പുല്ല് പോലത്തെ സാധനം നല്ല ഭംഗിയുണ്ടാണ്. ഓ ക്ലിയർ അല്ല, മഴ പെയ്തുകൊണ്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കാറ്റത്ത് ആടുന്നുണ്ട്. പിന്നെ ഞാൻ നാട്ടില് നമ്മള് ഇങ്ങോട്ടേക്ക് കോഴ്സ് എടുത്ത് കയറി വരുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരുപാട് പേര് വീഡിയോ ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്. മഴ പെയ്യുന്നു, അയ്യോ നല്ല വൈബ്, സീൻ വൈബ്, പൊളി വൈബ്. ഞാൻ കാറിന്റെ അകത്തേക്ക് ഇരിക്കുന്ന ചുറ്റും മഴ പെയ്തുകൊണ്ടിരിക്കുക, മഴയുടെ ഒച്ച വെക്കുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊടി മഴയില്ലേ, നല്ല വൈബായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതാ സോ ബാക്ക് ടു ദ ടോപ്പിക്. ബാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GTA പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഒണ്ടേരിയോ തന്നെ ഉള്ളതാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കയറി വരുന്നതിനൊക്കെ മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു. ഏത് സ്ഥലത്തോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷൻ, ഏത് കോളേജ് എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് കാണുമായിരുന്നു. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട വീഡിയോസിൽ മിക്കതും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ടൊറന്റോ ഏരിയയിലോട്ട് ആണ് ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം. അവിടെ കുറച്ചുകൂടി ക്രൗഡഡ് ആയതുകൊണ്ട് അവിടെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റി കൂടുതലാണെന്നാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ സത്യമാണ്. പക്ഷെ ഇപ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ക്രൗഡഡ് ആയി. ടൊറന്റോ, സ്കാർബ്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ആൾക്കാർക്ക് ജോലി കിട്ടാൻ പാടായിക്കൊണ്ടിരിക്കും. ഭയങ്കര എംപ്ലോയ്മെന്റ് ആണ് ഇവിടെ. ഞാനൊക്കെ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ടൊറന്റോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വരുന്നതും ആ ടൊറന്റോയിലെ തന്നെ കോളേജ് എടുക്കുകയും, അതായത് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാർട്ട് ടൈം കിട്ടി. പാർട്ട് ടൈം ഒക്കെ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. നമ്മൾ റെസ്യൂമെ എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 years ബാക്കുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഭയങ്കര പാടാ. കുറേ പേർക്ക് ജോലി കിട്ടാതെ പാർട്ട് ടൈം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഭയങ്കരമായിട്ട് കോമ്പറ്റീഷനാണ് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ടൊറന്റോയില് വന്നു കഴിഞ്ഞാൽ ജോലി ഉറപ്പാകും എന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ടൊറന്റോയിൽ ജോലിയില്ലാത്തവരെ അറിയാം. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ചുകൂടി റിമോട്ട് ഏരിയാസിൽ ജോലി ഉള്ളവരെ അറിയാം. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറച്ചുകൂടി റിമോട്ട് ഏരിയാസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ONIP, PNP അങ്ങനത്തെ റൂറൽ പ്രോഗ്രാംസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ഈ GTA പുറത്ത് തന്നെയാണ്. പിന്നെ GTA ജോലി കിട്ടാൻ നല്ല പാടാണ്. പിന്നെ എന്താ ഇവിടത്തെ കുറിച്ച് പറയാ, ഞാനിവിടെ മലയാളി കടകളൊന്നും കണ്ടില്ല കേട്ടോ. ടൊറന്റോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി മലയാളി കടകളുണ്ട്. കേരള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് വീടൊക്കെ മിസ് ചെയ്യുമ്പം ഓടിപ്പോയി ഒരു പപ്സോ ഒരു പഴംപൊളിയോ ഇച്ചിരി ചോറോ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. പറ്റില്ല എന്നല്ല, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഞാൻ ഒന്നും കണ്ടില്ല. ഞാൻ ഇവിടെ ഇപ്പൊ കണ്ട ഒരു വാൾമാർട്ട് കണ്ടു. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടി ഡ്രൈവ് ഒക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ പറ്റുമെന്ന്. എനിക്കറിയില്ല കേട്ടോ. ഞാൻ ബാരി ഒത്തിരി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ബാരി പോലത്തെ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്. ബാരി, തണ്ടർ ബേ, നോർത്ത് ബേ. തണ്ടർ ബേ, നോർത്ത് ബേ ഞാൻ പോയിട്ടില്ല. പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ. ഇതൊക്കെ ഭയങ്കര റിമോട്ട് ഏരിയാസ് ആണ്. റിമോട്ട് ഏരിയാസ് എനിക്ക് പൊതുവെ റിമോട്ട് ഏരിയാസ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലെസ് ക്രൗഡഡ് ഏരിയാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ടൊറന്റോ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം അത് ടൂ മച്ച് ക്രൗഡഡാ. എനിക്ക് അത്രയും ക്രൗഡ് ഇഷ്ടമില്ല. പക്ഷെ എനിക്കിപ്പോൾ ഇവിടെ ബാരിയിൽ നിങ്ങളെ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. നോക്കട്ടെ, തിരിച്ചു പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണുവാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻക്ലൂഡ് ഇൻ ദിസ് വീഡിയോ.
ഓക്കെ. തിരിച്ചു പോകുമ്പോൾ വെറൈറ്റി കാഴ്ചകൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയായിരുന്നു തിരിച്ചുള്ള യാത്ര. ഹൈവേയുടെ 2 വശത്തും മരങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. നമ്മൾ ബാരിയിൽ വന്നത് ഒരു സ്പെസിഫിക് റീസൺ ഉണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞു, നമ്മളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇനി ഒരു ദിവസം ബാരി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഇറങ്ങാം. Until then, bye.